ഹലോ ഗൈസ്, വെൽക്കം ടു ജെംസ്റ്റോൺ ജീനിയസ് PSC ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഏത് PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സോ ക്യൂട്ട് എന്നൊരു സെൻറ്റൻസ് തരും. അതിൽ ക്യൂട്ട് എന്ന വേർഡിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കും ഇതേത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന്. ഇതേത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചിരിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആ 8 എണ്ണത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതായത് ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞിട്ട് അവയുടെ ധർമ്മം അനുസരിച്ചാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സെൻറ്റൻസ് തരുന്നു, ആ സെൻറ്റൻസിൽ അതെങ്ങനെ ആക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനെയും ഓരോ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നൗൺ, സെക്കൻഡ് പ്രോനൗൺ, തേർഡ് അഡ്ജക്റ്റീവ്, 4 വെർബ്, 5 ആഡ്വർബ്, 6 പ്രിപ്പോസിഷൻ, 7 കൺജങ്ഷൻ, 8 ഇൻ്റർജെക്ഷൻ. അപ്പോൾ ഇങ്ങനെ 8 ക്ലാസിഫിക്കേഷനാണ് പാർട്സ് ഓഫ് സ്പീച്ചിന് വരുന്നത്. ഇന്നിപ്പോൾ ഞാനിതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. മറ്റൊരു ക്ലാസ്സിൽ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നൗൺ എന്താണെന്ന് നോക്കാം. എ നൗൺ ഈസ് ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, എനിമൽ ഓർ എൻ ഐഡിയ. അതായത് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെയോ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നൗൺ ഈസ് എ നെയിം ഓഫ് എനിത്തിങ്. അതായത് എന്തിൻ്റെയും പേരായ ശബ്ദത്തെ നമ്മൾ നൗൺ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ജോൺ ഇസ് എ ക്ലെവർ ലോയർ. അതായത് ജോൺ ഒരു ക്ലെവർ ലോയർ ആണെന്നല്ലേ. അപ്പോൾ ഇതിൽ ആരെ പറ്റിയാണ് പറയുന്നത്? ജോണിനെ പറ്റിയാണെന്നല്ലേ. അപ്പോൾ ജോൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ നെയിമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ജോൺ ആണ്. നെക്സ്റ്റ്, ഹി ലീവ്സ് ഇൻ ലണ്ടൻ. അതിലെന്താണ് നൗൺ? ഹി, അതായത് അവൻ. അപ്പോൾ അതാണ് നൗൺ. ദിസ് ഇസ് മൈ ബുക്ക്. അതിൽ ബുക്കാണ് നൗൺ. അതായത് ബുക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പേരാണ് അല്ലേ. ദി ഡോഗ് ഇസ് സോ ക്യൂട്ട്. അതിലെന്താണ് നൗൺ? ഡോഗ് അല്ലേ. അതായത് ഒരു ആനിമലിൻ്റെ പേരാണ്. നെക്സ്റ്റ്, ഫ്രീഡം ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് സ്വാതന്ത്ര്യം ഒരു മൗലികാവകാശമാണ്. അതിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഫ്രീഡത്തിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ ഫ്രീഡം ആണ് നൗൺ. അതായത് ഒരു ഐഡിയയാണ്. ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ്. ഓക്കെ, നൗണിനോട് സാമ്യമുള്ള അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രോനൗൺ. എന്താണ് പ്രോനൗൺ? എ പ്രോനൗൺ ഈസ് യൂസ്ഡ് ഇൻ എ പ്ലേസ് ഓഫ് എ നൗൺ ഓർ നൗൺ ഫ്രേസ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. അതായത് ആവർത്തനം ഒഴിവാക്കാൻ ഒരു നൗണിനോ നൗൺ ഫ്രേസിനോ പകരമായി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് എന്ത് പറയുന്നത്? പ്രൊനൗൺ എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. അങ്ങനെ ഒരുപാട് പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതിലെ നൗൺ എന്ന് പറയുന്നത് മീര അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീര എന്ന് പറയുന്ന നൗൺ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് മീരയെ പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മീര മീര എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യില്ല അല്ലേ. അപ്പം മീര ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഷീ എന്ന് പറയുന്ന പ്രൊനൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള സെൻറ്റൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഗോയിങ് ടു ദി ഷോപ്പ്. ഞാൻ കടയിൽ പോകുന്നു. അതിൽ പ്രൊനൗൺ എന്താണ്? ഐ എന്ന് പറയുന്നതാണ് അല്ലേ പ്രൊനൗൺ. ഓക്കെ, യു ഷുഡ് ട്രൈ ദിസ് ഡെലീഷ്യസ് കേക്ക്. അതായത് ഈ ഡെലീഷ്യസ് കേക്ക് നീ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അവിടെ ആരോടാണ് പറയുന്നത്? അതായത് നീ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ നീ എന്ന് പറയുന്ന യു ആണ് അവിടുത്തെ പ്രൊനൗൺ. നെക്സ്റ്റ്, ഹി ബോട്ട് എ ന്യൂ കാർ. അവൻ ഒരു പുതിയ കാർ വാങ്ങി. ആരാണ് കാർ വാങ്ങിയത്? അവൻ അല്ലേ. അപ്പോൾ ഹി ആണ് അവിടുത്തെ പ്രൊനൗൺ. നെക്സ്റ്റ്, ഷീ ഈറ്റ്സ് മാംഗോസ്. അവൾ മാമ്പഴം തിന്നുന്നു. അതിൽ അവൾ മാമ്പഴം തിന്നുന്നു അല്ലേ. അപ്പോൾ അവളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഷീ ആണ് അവിടുത്തെ പ്രൊനൗൺ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതൊരു മനോഹരമായ പൂവാണ്. അപ്പോൾ അവിടെ ഏതോ ഒരു ഫ്ലവറിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇറ്റ്, അതായത് അതൊരു മനോഹരമായ പൂവാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇറ്റാണ് അവിടുത്തെ പ്രൊനൗൺ. നെക്സ്റ്റ്, വി വെൻറ്റ് ടു ദി പാർക്ക്. ഞങ്ങൾ പാർക്കിൽ പോയി. അതിൽ വി, അതായത് ഞങ്ങൾ എന്ന് പറയുന്ന ഇതാണ് അവിടുത്തെ പ്രൊനൗൺ. അതായത് വി ആണ് അവിടുത്തെ പ്രൊനൗൺ. നെക്സ്റ്റ്, ദേ ആർ ഗോയിങ് ടു ദി ബീച്ച്. അവർ ബീച്ചിലേക്ക് പോകുന്നു. അതിൽ അവരെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അവരാണ് ദേ, അതാണ് അവിടുത്തെ പ്രൊനൗൺ. ഓക്കെ, തേർഡ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അഡ്ജക്റ്റീവ്.
അതായത് മലയാളത്തിൽ നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അഡ്ജക്റ്റീവ്? എ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ്, മോഡിഫൈസ് ഓർ ഗിവ്സ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് എ നൗൺ ഓർ പ്രോനൗൺ. അതായത് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതോ ഇലാബറേറ്റ് ചെയ്യുന്നതോ മോഡിഫൈ ചെയ്യുന്നതോ ആയ ഒരു വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ് ബ്യൂട്ടിഫുൾ, സ്വീറ്റ്, ഹാപ്പി, യങ്, റെഡ്, ബിഗ്, ക്ലെവർ, അങ്ങനെ ഒരുപാട് അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അവളൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ അതിൽ ഗേൾ എന്ന് പറയുന്നതാണ് നൗൺ അല്ലേ. അപ്പോൾ ആ ഗേൾ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണ് എന്ത്? ബ്യൂട്ടിഫുൾ അല്ലേ. സുന്ദരിയായ പെൺകുട്ടിയാണ്, ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ. അപ്പോൾ അവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദി കേക്ക് വാസ് സ്വീറ്റ്. കേക്ക് മധുരമുള്ളതായിരുന്നു. അതിൽ കേക്ക് എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? മധുരമുള്ള കേക്കായിരുന്നു എന്നാണ് അല്ലേ പറയുന്നത്. അപ്പോൾ കേക്കിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് സ്വീറ്റ്. അപ്പോൾ സ്വീറ്റ് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഷീ ഈസ് എ ഹാപ്പി ചൈൽഡ്. അവൾ സന്തോഷവതിയായ ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ എങ്ങനെയുള്ള കുട്ടിയാണെന്നാണ് പറയുന്നത്? സന്തോഷവതിയായ കുട്ടി അല്ലേ. അപ്പോൾ ആ സന്തോഷവതി, അപ്പോൾ ഹാപ്പി ചൈൽഡ്, അപ്പോൾ ഹാപ്പിയാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, എ യങ് ബോയ് ഈസ് സ്ലീപ്പിംഗ് ഇൻ ദി റൂം. അതായത് ഒരു ചെറുപ്പക്കാരൻ റൂമിൽ ഉറങ്ങുകയാണ്. അപ്പോൾ അതിൽ ബോയ്, ആ ബോയിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് എന്ത്? യങ് ബോയ് അല്ലേ. അതായത് ചെറുപ്പക്കാരനാണ് അല്ലേ, അല്ലാതെ ഒരു വെറും ബോയ് എന്നല്ല അവിടെ പറയുന്നത്, യങ് ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ യങ് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഐ ഹാവ് എ റെഡ് പെൻ. എൻ്റെ കയ്യിൽ ഒരു ചുവന്ന പേനയുണ്ട്. അതിൽ എങ്ങനെയുള്ള പേനയുണ്ടെന്നാണ് പറയുന്നത്? റെഡ് പെൻ അല്ലേ. അപ്പോൾ പെന്നിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്ന വേർഡാണ് റെഡ് പെൻ. അപ്പോൾ റെഡ് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, അമേരിക്ക ഈസ് എ ബിഗ് കൺട്രി. അമേരിക്ക ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ അതിൽ ഈ ബിഗ് കൺട്രി, അതായത് വലിയ രാജ്യം, എങ്ങനെയുള്ള രാജ്യമാണ്? വലിയ രാജ്യം. അപ്പോൾ ആ ബിഗ് കൺട്രിയിലെ ബിഗ് ആണ് നമ്മളവിടെ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ജോൺ ഈസ് എ ക്ലെവർ ലോയർ. ജോൺ ഒരു ബുദ്ധിമാനായ അഭിഭാഷകനാണ്. അപ്പോൾ അതിലെന്താണ്? വെറും ലോയർ എന്നല്ല അവിടെ പറയുന്നത്. എന്താണ്? ലോയറിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡാണെന്ത്? ക്ലെവർ ലോയർ, ബുദ്ധിമാനായ ലോയർ അല്ലേ. അപ്പോൾ ക്ലെവർ ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. സോ ഇതാണ് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, സോ ഫോർത്ത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് വെർബ്. എന്താണ് വെർബ്? എ വെർബ് ഈസ് എ വേർഡ് ഷോസ് ആൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇറ്റ് ക്യാൻ ഷോ വാട്ട് സമ്മൺ ഇസ് ഡൂയിങ് ഓർ ഡിഡ്. അതായത് ഒരു ആക്ഷനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയോ കാണിക്കുന്നതാണ് എന്ത്? വെർബ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നതാണ് വെർബ്. നമ്മൾ മലയാളത്തിൽ ക്രിയ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബ്സ് ആണ് ഗോ, റീഡ്, ഈറ്റ്, ലിവ്ഡ്, റൺ, ഈസ്, അങ്ങനെ ഒരുപാട് വെർബ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു വർക്ക് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. അതിൽ എന്താണ് ആക്ഷൻ എന്ന് പറയുന്നത്? ഗോ അല്ലേ. ഞാൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ അതിൽ പോകുന്ന എന്താണ് അല്ലേ അവിടുത്തെ ആക്ഷൻ. അപ്പോൾ ഗോ ആണ് അവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. സോ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഗോ. നെക്സ്റ്റ്, ഐ ലവ് ടു റീഡ് ബുക്സ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് റീഡാണ് അല്ലേ. വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ വായനയാണ് അവിടുത്തെ ക്രിയ. സോ വെർബ് എന്ന് പറയുന്നത് റീഡ്. നെക്സ്റ്റ്, ഹീ ഈറ്റ്സ് മാംഗോസ്. അവൻ മാമ്പഴം കഴിക്കുന്നു. അതിൽ ഈറ്റ്, കഴിക്കുക അല്ലേ. ഈറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. നെക്സ്റ്റ്, വി ലിവ്ഡ് ഇൻ ദ സിറ്റി. ഞങ്ങൾ നഗരത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ താമസിച്ചിരുന്നത് അതാണ് അവിടുത്തെ വെർബ് അല്ലേ. അതായത് ലിവ്ഡ് ആണ് അവിടുത്തെ വെർബ്. സോ നെക്സ്റ്റ് ആണ് ഹി റൺസ് വെരി ഫാസ്റ്റ്. അവൻ വേഗത്തിൽ ഓടുന്നു. ഓടുക എന്നുള്ളതാണ് അവിടുത്തെ വെർബ്, അതായത് റൺ. ഓക്കെ, നെക്സ്റ്റ്, ഹീ ഈസ് സ്മാർട്ട്. അതായത് അവൻ മിടുക്കനാണ്. ഇതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസിനെ വെർബായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഫിഫ്ത്ത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ആഡ്വേർബ്. എന്താണ് ആഡ്വേർബ്? ആൻ ആഡ്വേർബ് മോഡിഫൈസ് എ വെർബ്, ആൻ അഡ്ജക്റ്റീവ് ഓർ അന്തർ ആഡ്വേർബ്. അതായത് അഡ്ജക്റ്റീവ് പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന വേർഡ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നാമവിശേഷണങ്ങൾ. അപ്പോൾ ഇവിടെ ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാവിശേഷണങ്ങൾ. അതായത് ഒരു വെർബിനെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെയോ
അല്ലെങ്കിൽ മറ്റൊരു ആഡ്വേർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വേർഡ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആഡ്വേർബ്സ് ആണ് സ്ലോലി, വെരി, ഓൾവേസ്, വെൽ, ടു, അങ്ങനെ ഒരുപാട് ആഡ്വേർബ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വി വാക്ക്ഡ് സ്ലോലി അലോങ് ദി റോഡ്. ഞങ്ങൾ റോഡിലൂടെ പതുക്കെ നടന്നു. ഇവിടെ വാക്ക് എന്ന് പറയുന്ന വെർബിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന വേർഡാണ് സ്ലോലി എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ സ്ലോലിയാണ് ഇവിടുത്തെ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹണി ഈസ് വെരി സ്വീറ്റ്. ഇവിടെ സ്വീറ്റ് എന്ന് പറയുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വീറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് എന്ത്? വെരി എന്ന് പറയുന്നത്. വളരെ മധുരമാണ്. വെരിയാണ് ഇവിടുത്തെ ആഡ്വേർബ്. നെക്സ്റ്റ്, ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 8 AM. ഞാൻ എപ്പോഴും രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകും. ഇവിടെ ഗോ എന്ന് പറയുന്ന വെർബിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് എന്ത്? ഓൾവേസ്. അപ്പോൾ ഓൾവേസ് ആണ് ഇവിടുത്തെ ആഡ്വേർബ്. നെക്സ്റ്റ്, ഹീ സിങ്സ് വെൽ. അവൻ നന്നായി പാടും. ഇവിടെ എന്താണ്? സിങ്സ് എന്ന് പറയുന്ന വെർബിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് പറയുന്ന ഒരു വേർഡാണ് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ വെൽ ആണ് ഇവിടുത്തെ ആഡ്വേർബ്. നെക്സ്റ്റ്, ദർ ഈസ് ടു മച്ച് നോയ്സ് ഇൻ ദി ക്ലാസ്. ക്ലാസ്സിൽ വളരെ ബഹളമാണ്. ഇവിടെ മച്ച് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് എന്ത്? ടു എന്ന് പറയുന്ന വേർഡ് അല്ലേ. ടു ആണ് ഇവിടുത്തെ ആഡ്വേർബ്. മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ. അപ്പോൾ ടു മച്ച് എന്നാൽ എന്താണ്? വളരെയധികം. അപ്പോൾ മച്ച് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് ഇവിടെ ടു എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ ടു ആണ് ഇവിടുത്തെ ആഡ്വേർബ്. ഓക്കെ, സോ 6th പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രോനൗൺ ആൻഡ് സം അതർ വേർഡ് ഇൻ ദി സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസിലെ നൗണിനോ പ്രോനൗണിനോ മറ്റു പല വാക്കുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പദങ്ങളുമായിട്ടോ ഉള്ള ബന്ധത്തെ കാണിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വേർഡ് ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ഗ്രാമർ പാർട്ട് പഠിച്ച പോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം സ്വായത്തമാക്കിയിട്ടുണ്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രിപ്പോസിഷൻസ്. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഇന്നടത്ത് ഇന്നതേ വരുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ആണ് അറ്റ്, ഓൺ, ഇൻ, ഫ്രം, വിത്ത്, അബൌട്ട്, അണ്ടർ, അങ്ങനെ ഒരുപാട് പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വി ഹാഡ് ലഞ്ച് അറ്റ് നോൺ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു. അപ്പോൾ ഒരു മീൽ ടൈമിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രീസൈസ് ടൈം, അതായത് ഒരു ദിവസത്തിൻ്റെ ഭാഗങ്ങളായ നൂൺ, നൈറ്റ്, മിഡ് ഡേ, മിഡ് നൈറ്റ് തുടങ്ങിയ സ്പെസിഫൈഡ് ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? അറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദി ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ദി ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ബുക്ക് എവിടെയാണുള്ളത്? ടേബിളിന് മുകളിലാണുള്ളത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ മുകളിൽ എന്ന് സൂചിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഓൺ യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഐ ലിവ് ഇൻ ലണ്ടൻ. ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ഇൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഹീസ് ഫ്രം പാരീസ്. അവൻ പാരീസിൽ നിന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ മുതൽ എന്നീ അർത്ഥങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഹീസ് ഫ്രം പാരീസ്. അവൻ പാരീസിൽ നിന്നാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്തു? ഫ്രം യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ഐ വെൻറ്റ് ടു ദി പാർക്ക് വിത്ത് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോടൊപ്പം പാർക്കിൽ പോയി. അപ്പോൾ കൂടെ അല്ലെങ്കിൽ കൊണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വിത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഐ വെൻറ്റ് ടു ദി പാർക്ക്. ഞാൻ പാർക്കിൽ പോയി. വിത്ത് മൈ ഫ്രണ്ട്. ആരുടെ കൂടെയാണ്? ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? വിത്ത് യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം വെരി ഹാപ്പി അബൌട്ട് മൈ ട്രിപ്പ്. എൻ്റെ യാത്രയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ എബൌട്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ്, തോട്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ അതിനെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എബൌട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ട്രിപ്പിനെ പറ്റി, അതായത് യാത്രയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? എബൌട്ട് യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ദി ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ദി ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. നായ ഒരു മരത്തിനടിയിൽ ഉറങ്ങുകയാണ് അല്ലേ. അപ്പോൾ അണ്ടർ നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു വസ്തുവിനോട് നേരെ കോണ്ടാക്റ്റ് ഉള്ള രീതിയിൽ അതിൻ്റെ താഴെയായി കാണുന്നതിനെയാണ് നമ്മൾ അണ്ടർ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ദി ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ഡോഗ് എവിടെയാണ് കിടന്നുറങ്ങുന്നത്? മരത്തിന് താഴെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? അണ്ടർ യൂസ് ചെയ്തു. ഓക്കെ, സോ 7th പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കൺജങ്ഷൻ. എന്താണ് കൺജങ്ഷൻ? എ കൺജങ്ഷൻ ജോയിൻസ് ടുഗദർ സെൻറ്റൻസസ്, വേർഡ്സ് ഓർ ക്ലോസസ്.
അതായത് രണ്ടോ അതിലധികമോ സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനോ ക്ലോസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനോ യൂസ് ചെയ്യുന്ന വേർഡ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് ആൻഡ്, ഓർ, ബട്ട്, ബിക്കോസ്, അണ്ടിൽ, ഇഫ്, അങ്ങനെ ഒരുപാട് കൺജങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിഥുൻ ആൻഡ് കിരൺ ആർ ഗുഡ് ഫ്രണ്ട്സ്. മിഥുനും കിരണും നല്ല സുഹൃത്തുക്കളാണ്. ഇവിടെ മിഥുൻ എന്ന് പറയുന്ന ഒരു വേർഡിനെ, അതായത് മിഥുൻ എന്ന് പറയുന്ന ഒരു നൗണിനെയും കിരൺ എന്ന് പറയുന്ന മറ്റൊരു നൗണിനെയും കൂട്ടി യോജിപ്പിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് യു ക്യാൻ കോൾ മീ ഓർ ഇമെയിൽ മീ. നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഇവിടെ യു ക്യാൻ കോൾ മീ എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ് അല്ലേ, ഇമെയിൽ മീ എന്ന് പറയുന്നത് മറ്റൊരു ഫ്രേസാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രേസിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, ഓർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹി വാസ് ആംഗ്രി ബട്ട് ഹി ഡിഡ് നോട്ട് ഷോ ഇറ്റ്. അതായത് അയാൾക്ക് ദേഷ്യം വന്നു പക്ഷെ അയാൾ അത് പുറത്ത് കാണിച്ചില്ല. ഇവിടെ ഹി വാസ് ആംഗ്രി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്, ഹി ഡിഡ് നോട്ട് ഷോ ഇറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, ബട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വർ ലേറ്റ് ബിക്കോസ് ഓഫ് ദി ഹെവി ട്രാഫിക്. കനത്ത ഗതാഗതക്കുരുക്ക് കാരണം ഞങ്ങൾ വൈകി. ഇവിടെ വി വർ ലേറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് അല്ലേ, ഹെവി ട്രാഫിക് എന്ന് പറയുന്നത് മറ്റൊരു ഫ്രേസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫ്രേസിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, ബിക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടോം അണ്ടിൽ ഷീ മെറ്റ് ഹിം. അവൾ ടോമിനെ കാണുന്നത് വരെ അവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവിടെ ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടോം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്, ഷീ മെറ്റ് ഹിം എന്ന് പറയുന്നത് മറ്റൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, അണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് യു നീഡ് എനിത്തിങ് ജസ്റ്റ് ആസ്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കൂ. ഇവിടെ യു നീഡ് എനിത്തിങ് എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്, ജസ്റ്റ് ആസ്ക് എന്ന് പറയുന്നത് മറ്റൊരു ഫ്രേസാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രേസിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന കൺജങ്ഷനാണ് എന്ത്, ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 8th one ആൻഡ് ദി ലാസ്റ്റ് വൺ ആണ് ഇൻ്റർജെക്ഷൻ. എന്താണ് ഇൻ്റർജെക്ഷൻ? ആൻ ഇൻ്റർജെക്ഷൻ ഈസ് എ വേർഡ് ഓർ ഫ്രേസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സഡൻ ഫീലിംഗ്. It is grammatically independent from the rest of the sentence and primarily conveys feeling rather than meaning. അതായത് നമ്മുടെ സഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേർഡ്സ് ആയിട്ടോ ഗ്രാമർ ആയിട്ടൊന്നും ബന്ധമില്ല. ഒരു സെൻറ്റൻസിൽ അർത്ഥം കൊടുക്കുന്നതിലുപരി ആ സെൻറ്റൻസിന് ഒരു ഫീലിംഗ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഫംഗ്ഷനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇൻ്റർജെക്ഷൻസ് ആണ് അലാസ്, ഔച്ച്, ഹേ, വാവ്, ഓ, ഊപ്സ്, ഹുറേ, അങ്ങനെ ഒരുപാട് ഇൻ്റർജെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അലാസ് അവർ ടീം ഫെയിൽഡ്. കഷ്ടം, നമ്മുടെ ടീം പരാജയപ്പെട്ടു. ഇവിടെ അലാസ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ടു എക്സ്പ്രസ് റിഗ്രറ്റ്. അതായത് ഖേദം അല്ലെങ്കിൽ ദുഃഖം അത്തരത്തിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അലാസ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഔച്ച്, ഇറ്റ് ഈസ് പെയിൻഫുൾ. അയ്യോ ഇത് വേദനാജനകമാണ്. ഇവിടെ ഔച്ച് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ടു എക്സ്പ്രസ് പെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ്. ഹേയ് എങ്ങനെ പോകുന്നു. ഇവിടെ ഹേയ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ നമ്മൾ ഗ്രീറ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ അയാളോട് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതാണ് എന്ത്, ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, അപ്പോൾ ഹേയ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ നമ്മൾ പലതരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ടു ഗെറ്റ് സമ്മൺസ് അറ്റൻഷൻ, ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റാൻ. അതല്ലെങ്കിൽ ഗ്രീറ്റിംഗ്, എക്സ്പ്രസ് സർപ്രൈസ്, ജോയ്, ഓർ ഈവൻ ഡൗൺ പ്ലേ സംതിങ്, അതായത് എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് കാണിക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഹേ എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹേ എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ ഗ്രീറ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹേ ഹൗസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് വാവ്, ദാറ്റ്സ് ടോട്ടലി ഓസം. വാവ്, അത് അടിപൊളിയാണ്. ഇവിടെ വാവ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ടു എക്സ്പ്രസ് ഇമോഷൻസ് ലൈക്ക് സർപ്രൈസ്, അഡ്മിറേഷൻ ഓർ ഡിലൈറ്റ്. അതായത് ആശ്ചര്യം, പ്രശംസ, ആനന്ദം, അത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാവ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓ വാട്ട് എ സർപ്രൈസ്. ഓ എന്തൊരു ആശ്ചര്യം. ഇവിടെ ഓ എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ടു എക്സ്പ്രസ് സർപ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ഊപ്സ്, ഐ ഹിറ്റ് ദി റോങ് ബട്ടൺ. ഷോ ഞാൻ തെറ്റായ ബട്ടൺ അമർത്തി. ഇവിടെ ഊപ്സ് എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ടു എക്സ്പ്രസ് റിഗ്രറ്റ് ഓർ മിസ്റ്റേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഹുറേ വി വൺ ദി ഗെയിം.
ഹുറേ, ഞങ്ങൾ കളി ജയിച്ചു. ഇവിടെ ഹുറേ എന്ന് പറയുന്ന ഇൻ്റർജെക്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ടു എക്സ്പ്രസ് ജോയ്, അതായത് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർജെക്ഷനാണിത് ഹുറേ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്